സോ ഇതൊരു ഫെൻസിൻ്റെ പുറത്തെ സൈഡിലുള്ളൊരു ഡോറാണ്. ആ ഡോറ് കംപ്ലീറ്റ് ദ്രവിച്ചു പോയി. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇത് മുഴുവൻ ദ്രവിച്ചു പോയി സാധനം. എന്താ നമ്മൾ ഈ സാധനം ഇവിടെ നിന്ന് എടുക്കാതെ തന്നെ ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരുന്ന സാധനമാണ്. സോ യു ഡോണ്ട് നീഡ് ടു ടേക്ക് ദിസ് വൺ ഔട്ട്. അപ്പോൾ ഇതവിടെ തന്നെ നിന്നോട്ടെ. എന്നിട്ട് ഈ ഒരു ഗേറ്റിനെ മൊത്തം ഇതാ ഇവിടെ അതിനുള്ള കുറ്റിയുണ്ട്, അത് ഊരുന്നു. ഈ താഴത്തെ ഹിഞ്ച് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഹിഞ്ചിൽ നിന്ന് ഈ സ്ക്രൂ കൂടെ അഴിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ആ ഒരു ഹിഞ്ചിൻ്റെ കൃത്യം നിൽക്കുന്ന അവിടെ നിൽക്കട്ടെ, നമുക്ക് ഊരി വെളിയിലേക്ക് എടുക്കുന്നതാണ് സേഫ്. എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ആ ബോട്ടം ഈ നിൽക്കുന്ന ഈ പീസുകളെ നമുക്ക് മാറ്റിയിട്ട് മെർബൂൻ്റെ തന്നെ 2 പീസ് കൊടുക്കാം. എന്നിട്ട് ആ മെർബൂൻ്റെ പീസ് കൊടുത്തിട്ട് ഈ പീസുകൾ അതേപടി തന്നെ ഇതേ ഗ്യാപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായോ? അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്. മനസ്സിലായോ? അപ്പോൾ എവിടെയാണ് ആ സാധനം വരേണ്ടതെന്നൊക്കെ വളരെ നമുക്ക് അറിയാനും പറ്റും. ഓക്കെ, ഈ സെയിം മെർബൂ പീസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെയുള്ള ഇതിലിരിക്കുന്ന ഈ ആണി, തുരുമ്പിച്ച ആണി മുഴുവൻ പറിച്ചെടുക്കണം. അത് മനസ്സിലായോ? പറിച്ചെടുത്തത് എന്നിട്ട് ആ സെയിം സ്പോട്ടിൽ തന്നെ മെർബൂ പീസ് ബാക്കിലിട്ടിട്ട് സ്ക്രൂ ചെയ്യണം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആ ദ്രവിച്ചു പോയ പീസ്, ആ ദ്രവിച്ചു പോയ പീസിൻ്റെ അതേ സൈസിൽ ഒരു മെർബു കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം നമ്മൾ ആണി പറിച്ച സ്ഥലത്തേക്ക് അതേപോലെ വെച്ച് ആദ്യം തന്നെ അങ്ങ് സ്ക്രൂ ചെയ്യുക. അപ്പോൾ എളുപ്പമുണ്ട്, മനസ്സിലായോ? വലിയ കട്ടിപ്പണിയും മല്ലുപണിയും ഇല്ല. പിന്നെ മറ്റേന്നൊക്കെ പറഞ്ഞ് വെച്ച് ഇതിപ്പോൾ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് വളരെ ഈസിയാണ്, പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ So, just hold it here and just step back. Like that. Then, there we go. That's it. Very careful with the rusty nails. Keep on one side. That's it. അപ്പോൾ ഇത് വീണ്ടും പക്ക ഒരു ഡോറാക്കിയിട്ടുണ്ട്. സെയിം സാധനം തന്നെ. നമ്മൾ ആകെപ്പാടെ മാറിയിരിക്കുന്നത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ബാക്കിലത്തെ പീസ് നമുക്ക് മെർബു ആക്കി. ഈ മെർബു ഇനി ഇവിടെ ഒരു 10 വർഷത്തേക്കിന് ചലിക്കാതിരുന്നു. ഇതിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വലിവും കൂടെ ആയിരിക്കണം, സൈഡിലേക്ക് ഇരുന്ന് പോകാതിരിക്കുന്നത്. അത് ഇതിൻ്റെ വിജാഗിരി മറ്റുള്ള സാധനങ്ങൾ പിടിപ്പിച്ചതിന് ശേഷം അവിടെ വെച്ച് ഇതിന് വലിവ് നോക്കി അടിച്ചാൽ മതി. ഓക്കെ.